ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർഗവാതിൽ ഏകാദശി സർവ്വവിധ ഐശ്വര്യത്തിനും നല്ലതാണ്. സ്വർഗവാതിൽ ഏകാദശി അതെന്നാണ് സംഭവിക്കുന്നത്? അടുത്ത് തന്നെ വരും. 2023 ജനുവരി 2-ാം തീയതി, അതായത് 1198 ധനുമാസം 18-ാം തീയതി തിങ്കളാഴ്ച ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ്. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി. അപ്പോൾ 2023 ജനുവരി 2-ാം തീയതിയാണ് ഈ കൊലത്ത, അല്ലെങ്കിൽ 2023 വരുന്ന ആ ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി. അതിനെയാണ് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എന്നും പറയും, വൈകുണ്ഠ ഏകാദശി എന്നും പറയും. വൈകുണ്ഠ വൈകുണ്ഠ ഏകാദശി എന്നും പറയും. ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയും. ഭൂമിയിലെ വൈകുണ്ഠം ഏതാണ്? ഭൂമിയിലൊരു വൈകുണ്ഠമുണ്ട് ഇല്ലേ? അതേതാണ്? ഗുരുവായൂരാണ് വൈകുണ്ഠം. ഭൂമിയിലെ വൈകുണ്ഠം ഗുരുവായൂരായിട്ടാണ് പറയപ്പെടുന്നത്. കൃഷ്ണൻ കുചേരനെ കുബേരനാക്കി മാറ്റിയത് വൈകുണ്ഠ ഏകാദശിക്കാണെന്നാണ് വിശ്വാസം. കൃഷ്ണൻ കുചേലനെ കുബേരനാക്കി മാറ്റിയ ദിവസം വൈകുണ്ഠ ഏകാദശി, അതായത് സ്വർഗവാതിൽ ഏകാദശിയുടെ അന്നാണെന്നാണ് വിശ്വാസം. ഈ ഏകാദശി വ്രതം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അന്നേ ദിവസം വെളുത്ത വസ്ത്രം ധരിക്കണം, വിഷ്ണു സഹസ്രനാമം ജപിക്കണം, പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കണം, അന്നത്തെ ദിവസം പൂർണ്ണമായി ഉപവസിക്കണം, എണ്ണ തേച്ച് കുളിക്കരുത്, വെറും സ്നാനം മാത്രം നടത്തണം, പകല് ഉറങ്ങരുത്, പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കാം. ഏകാദശി കഴിഞ്ഞു ദ്വാദശി ദിവസം പലരും മലരും ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി ദിവസം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രതത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം സവിസ്തരം പറയണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. ഞാനിത് വളരെ ഷോർട്ടായിട്ട് ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏകാദശി വ്രതത്തെ പറ്റി വളരെ നല്ല കാര്യങ്ങൾ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ജ്യോതിഷ ആചാര്യന്മാർ സവിസ്തരം എഴുതി വച്ചിട്ടുണ്ട്. അതൊന്നും സവിസ്തരമായിട്ട് നമുക്കിവിടെ പ്രതിപാദിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. ഏകാദശി വ്രതമാണ്. സ്വർഗവാതിൽ ഏകാദശി വ്രതം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം നേടാം. അന്നത്തെ ദിവസം നമ്മൾ സ്വർഗവാതിൽ ഏകാദശി വ്രതമെടുത്താൽ വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം നേടാമെന്നാണ് പറയുന്നത്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ടപ്പെട്ട പാൽപ്പായസം നിവേദിക്കാം. അന്നത്തെ ഈ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണുവിന് പാൽപ്പായസം നിവേദിക്കാം. അതുകൂടാതെ അന്ന് ഈ ഉപവാസം എടുക്കുമ്പോൾ ജലപാനം ചെയ്യാം, അല്ലെങ്കിൽ പാല് കഴിക്കാം, പാല് ഒഴിക്കാം, ജലപാനമൊക്കെ ചെയ്യാം, ഫ്രൂട്ട്സ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല ഉപവസിക്കുമ്പോൾ. പിന്നെ കഴിയുന്നതും ഈ ഡയബറ്റിക്സ് ആയിട്ടുള്ള രോഗികൾ, അതായത് പ്രമേഹം, അങ്ങനെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലോ കുറവുള്ളോ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള വ്രതം എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവർക്ക് ഉപവാസം എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കണം. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് വരുന്നവർക്ക് ചില പ്രോബ്ലം ഉണ്ടാവും ഇല്ലേ? അവരുടെ ശരീരത്തിൽ വേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉപവാസം എടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്നിരുന്നാലും അവർക്കും അന്നത്തെ ദിവസം ഓം നമോ നാരായണായ നമ എന്ന് വേണമെങ്കിൽ ചൊല്ലാം, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്നും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഇതെല്ലാം ചൊല്ലുന്നത് സർവ്വവിധ ഐശ്വര്യത്തിനും നല്ലതാണ്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.